മിഹറിന്റെ മരണം അമ്മയും ബന്ധുക്കളും പറയുന്നതിൽ വൈരുദ്ധ്യം. ദുരൂഹത ആരോപിച്ച് പിതാവ്. തൃപ്പൂണിത്തറയിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി മിഹറിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് പിതാവ് ഷെഫീഖ് മാടമ്പാട്ട്. സ്കൂളിൽ നിന്ന് എത്തിയതിനു ശേഷം മിഹറിന് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തണം. ആ സമയം ആരൊക്കെ അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നുവെന്ന് അറിയണം. കുട്ടി മരിക്കുന്നതിന് തൊട്ടുമുമ്പ് രണ്ടാനച്ഛനുമായി സംസാരിച്ചിരുന്നു. അത് എന്താണെന്ന് കണ്ടെത്തേണ്ടതുണ്ടെന്നും മിഹറിന്റെ പിതാവ് പറഞ്ഞു. മിഹർ സ്കൂളിൽ നിന്നും വീട്ടിലെത്തിയത് വളരെ സന്തോഷവാനായാണ്. ഇത് CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകും. മിഹർ സ്കൂളിൽ നിന്നും അപ്പാർട്ട്മെന്റിൽ എത്തിയതിനു ശേഷവും മരണം നടക്കുന്നതിന് ഇടയിലും എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചതെന്ന് കണ്ടെത്തണമെന്നാണ് പിതാവ് പറയുന്നത്. മിഹറിന്റെ അമ്മയും ബന്ധുക്കളും പറഞ്ഞതിൽ വൈരുദ്ധ്യമുണ്ടെന്നും പിതാവ് ആരോപിച്ചു. റാഗിംഗ് പരാതി PR സ്റ്റണ്ടിന്റെ ഭാഗമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജെം സ്കൂളിൽ നിന്ന് മിഹറിനെ മാറ്റിയത് അവന്റെ താല്പര്യമില്ലാതെയാണ്. മിഹറിനെ സ്കൂളിൽ നിന്ന് മാറ്റിയ വിവരം തന്നെ അറിയിച്ചിരുന്നില്ല. മിഹർ വിഷാദത്തിലായിട്ടും കൗൺസിലിംഗ് നൽകിയില്ല. അവന്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മിഹറുമായുള്ള ചാറ്റിംഗിന്റെ സ്ക്രീൻഷോട്ടുകളും പിതാവ് പുറത്തുവിട്ടു. തന്നെ കൂടെ കൊണ്ടുപോകണമെന്ന് മിഹർ ചാറ്റിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ മാസം 15-നായിരുന്നു ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയും ഇരുമ്പന സ്വദേശിയുമായ മിഹർ അഹമ്മദ് താമസ സ്ഥലത്തെ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ 26ാം നിലയിൽ നിന്ന് ചാടി ജീവൻ ഒടുക്കുന്നത്. മിഹർ അതിക്രൂരമായി റാഗിങ്ങിന് ഇരയായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി മാതാവും മുഖ്യമന്ത്രിക്കും പോലീസിലും പരാതി നൽകിയതോടെയാണ് സംഭവം സമൂഹ ശ്രദ്ധ നേടിയത്. മിഹറിന്റെ മരണത്തിന് പിന്നിലെ കാരണം ആദ്യം മനസ്സിലായിരുന്നില്ലെന്നും ഇതേപ്പറ്റി വിശദമായി പരിശോധിച്ചപ്പോഴാണ് കാരണം വ്യക്തമായതെന്നും അമ്മ നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു.